കേരള സ്റ്റേറ്റ് യൂസ്ഡ് വെഹിക്കിൾസ് ഡീലേഴ്സ് ആൻഡ് ബ്രോക്കേഴ്സ് അസോസിയേഷൻ പാലക്കാട് താലൂക്ക് ജനറൽ ബോഡി യോഗം നടത്തി. യോഗം സംസ്ഥാന വൈസ് പ്രസിഡന്റായ മണികണ്ഠൻ ഉദ്ഘാടനം ചെയ്തു. വാഹന കച്ചവടക്കാരുടെ ഇടയിൽ വേറൊന്നും ഇല്ലാതെ ഒറ്റൊരു സംഘടനയായി ഒറ്റ കൂട്ടുകെട്ടായി നമ്മൾ ഒന്നിച്ച് കേരളത്തിൽ ഒട്ടാകെ നിൽക്കണമെന്നുള്ള സ്വന്തം കണ്ട കാര്യങ്ങളിലേക്ക് ഇന്ന് യാഥാർത്ഥ്യത്തിലേക്ക് എത്തി നിൽക്കുകയാണ്. 17, 18, 19 വർഷത്തിലും ഈ സംഘടനയെ കുറിച്ച് എന്താണ് ആവശ്യം എന്നുള്ളത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സംഘടന മെയിനായിട്ടുള്ള ആവശ്യം ഒന്ന്, നമ്മൾ വാഹന കച്ചവടക്കാരായിട്ടുള്ള എല്ലാവരെയും കൂട്ടിയോജിപ്പിക്കുക എന്നുള്ളതാണ് ആദ്യത്തെ കടമ. എല്ലാവരെയും കൂട്ടിയോജിപ്പിക്കാൻ പറ്റി. രണ്ടാമത്തെ കടമ, ഇതിൽ എന്തൊക്കെ പ്രയാസങ്ങളും പ്രശ്നങ്ങളും വരുന്നോ നമ്മുടെ മെമ്പർമാർക്ക്, അത് ഏത് ജില്ലയിലായിക്കോട്ടെ ഏത് മെമ്പർമാരുടെ ഇടയിലായിക്കോട്ടെ, ആ പ്രശ്നങ്ങൾ തീർത്തു കൊടുക്കാൻ നമ്മൾ ചെയ്യേണ്ട ഒറ്റൊരു കാര്യം, താലൂക്കിന്റെ പ്രസിഡന്റോ സെക്രട്ടറിയോ അറിയിക്കുക, അവര് ജില്ലയുടെ നേതാക്കളെ അറിയിക്കുക, ജില്ലയുടെ നേതാക്കൾ സ്റ്റേറ്റിന്റെ നേതാക്കളെ അറിയിച്ചു കഴിഞ്ഞാൽ ഏറ്റവും വലിയ പ്രശ്നങ്ങളൊക്കെ കംപ്ലീറ്റും സിമ്പിളായിട്ട് സോൾവ് ആയി പോകും. നമ്മൾ ഈ മെമ്പർഷിപ്പ് എടുത്തിട്ട് ഇതിൽ അംഗമായാൽ വെറും 100 രൂപ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ തന്നെ നമ്മളിവിടെ ചുരുങ്ങിയത് 5000-ഓളം മെമ്പർമാര് നമ്മളെ അറിയാതെ തന്നെ നമുക്ക് വേണ്ടിയിട്ട് എന്ത് ആവശ്യങ്ങൾക്ക് മുന്നോട്ട് നിൽക്കേണ്ട ആൾക്കാർ എല്ലാ ഭാഗത്തും ഉണ്ട് ഇന്ന് കേരളത്തിൽ. താലൂക്ക് പ്രസിഡന്റ് കെ ശിവദാസ് അധ്യക്ഷത വഹിച്ചു. സ്വതന്ത്ര ഇന്ത്യയ്ക്ക് ശേഷം ജനങ്ങളിൽ നിസ്വാർത്ഥ സേവനം കാഴ്ചവെച്ച ആദ്യകാല വാഹന ഇടനിലക്കാരെ ആദരിച്ചു. ഓൺലൈൻ സംവിധാനത്തിൽ തൊഴിലില്ലാതാകുകയും നിരപരാധികളായ പൊതുജനങ്ങളെ ഓൺലൈനിലൂടെ വഞ്ചിക്കുന്ന രീതിക്കെതിരെ കേരളത്തിൽ പുതിയ ഗവൺമെന്റ് ശക്തമായ നിയമനിർമ്മാണം കൊണ്ടുവരണമെന്നും നിരാലംബരായ മുൻകാല വാഹന ഇടനിലക്കാരെയും ബ്രോക്കർമാരെയും സംരക്ഷിക്കുവാൻ പ്രത്യേക പാക്കേജ് സർക്കാർ കണ്ടെത്തണമെന്നും യോഗം ആവശ്യപ്പെട്ടു. സംസ്ഥാന ട്രഷറർ കെ ശ്രീജിത്ത് മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ ജനറൽ സെക്രട്ടറി എം ശിവകുമാർ, കെ വിജയൻ, താലൂക്ക് രക്ഷാധികാരി ലത്തീഫ് ഹാജി, കൺവീനർ സി റിയാസ് എന്നിവർ സംസാരിച്ചു. താലൂക്ക് ജനറൽ സെക്രട്ടറി ഹിഷാം മൈലാടി റിപ്പോർട്ടും ട്രഷറർ എം ഫിറോസ് വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു.